ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളപ്പോ ലാസ്റ്റ് നമ്മളെ സെക്കൻഡ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് പോർഷൻ ആണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എടുക്കട്ടെ. നമ്മള് എക്സ്ക്ലൂസീവ്ലി എൻഡോക്രൈൻ സിസ്റ്റം നമ്മൾ പഠിച്ചു. ഇനി അതില് എക്സ്ക്ലൂസീവ്ലി എൻഡോക്രൈൻ നമ്മൾ പഠിച്ചു. അത് ഇനി അടുത്തത് പാർഷ്വലി എൻഡോക്രൈൻ ആണ്. അതിൽ വരുന്നത് പാൻക്രിയാസ്, ഗാസ്ട്രിക്, ഡിയോഡീനൽ എപ്പിത്തീലിയം, ഗൊണാഡ് ആൻഡ് പ്ലസന്റ. ഗൊണാഡ്സ് ആൻഡ് പ്ലസന്റ ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ പൊസിഷൻ ഒക്കെ ഇന്നലെ നമ്മൾ കാണിച്ചത് ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല. അപ്പൊ പാർഷ്വലി എൻഡോക്രൈനിൽ ഫസ്റ്റ് വരുന്നതാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് എന്ന് പറഞ്ഞാല് ശരിക്കും അത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് സെൽസും കൊണ്ടാണ്. ആ ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ ഐലറ്റ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ഐലറ്റ് ഓഫ് ലാംഗർഹാൻസ്. ഓക്കെ, ഈ ഐലറ്റ് ഓഫ് ലാംഗർഹാൻസിൽ 3 ടൈപ്പ് ഓഫ് സെല്ലുകളാണ് ഉള്ളത്. 3 ടൈപ്പ് ഓഫ് സെല്ലുകൾ, ആൽഫ, ബീറ്റ, ഗാമ. ഓക്കെ, ആൽഫ, ബീറ്റ, ഗാമ, ഇങ്ങനെ 3 സെല്ലുകളാണ് ഐലറ്റ് ഓഫ് ലാംഗർഹാൻസിൽ ഉള്ളത്. ഇതിൽ ആൽഫ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. ബീറ്റ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. നിങ്ങൾക്ക് കേട്ട് നല്ല പരിചയം ഉണ്ടാവും ഇൻസുലിൻ. ഗാമ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് സൊമാറ്റോസ്റ്റാറ്റിൻ. ഓക്കെ, സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നു. ഇനി ഇവിടെ ഓരോന്നും പറയുന്നുണ്ട്. ഗ്ലൂക്കഗോൺ, ഓരോ ഹോർമോൺ, ഇപ്പൊ പറഞ്ഞ 3 ഹോർമോണിന്റെയും ഫങ്ഷൻസ് പറയുന്നുണ്ട്. ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞാല് നമ്മുടെ ലിവറിലുള്ള ഗ്ലൂക്കോസ്, അതായത് ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ് ഉണ്ട്. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഗ്ലൂക്കഗോൺ. അതേപോലെ തന്നെ ബ്ലഡിലുള്ള ഷുഗർ ലെവലിന് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇൻസുലിൻ എന്ന് പറയുമ്പം നമ്മുടെ ബോഡി സെല്ലുകള് ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിന്, ഗ്ലൂക്കോസ് അവരുടെ മെറ്റബോളിസത്തിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്നുണ്ട്, അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ വരുന്ന ഗ്ലൂക്കോസ് ഗ്ലൈക്കോജന്റെ ഫോമിൽ നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്ലൂക്കഗോൺ എന്ന് പറയുമ്പം ഇൻസുലിൻ ഹാവ് ഓപ്പോസിറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഇപ്പൊ ഈ പറഞ്ഞ 3 ഹോർമോൺസും അണ്ടർ സെക്രീഷൻ വന്നു കഴിഞ്ഞുള്ള കാര്യമാണ് പറയുന്നത്. ഇൻസുലിൻ അണ്ടർ സെക്രീഷൻ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറ്റും? ഡയബറ്റിക്സ് മെലിറ്റസ് വരും. ഓക്കെ, അതായത് ബ്ലഡ് ഷുഗറിൽ നമ്മുടെ ഷുഗർ നമുക്ക് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് ഷുഗർ കൂടുതലായിരിക്കും. അപ്പം ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ആളുടെ ബ്ലഡില് ഗ്ലൂക്കോസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അണ്ടർ സെക്രീഷൻ ഒക്കെ ആയിരിക്കാം. അപ്പോ ഷുഗർ യൂറിനിലൂടെയാണ് ഏറ്റവും കൂടുതൽ പുറത്തു പോവുക. ഭയങ്കര വെള്ളം ദാഹമായിരിക്കും. അതേപോലെ തന്നെ ഭയങ്കര വെയിറ്റ് തീരെ കുറയും. ഷുഗർ ഉള്ള ആൾക്കാരൊക്കെ മെലിഞ്ഞിട്ടാണല്ലോ കൂടുതലും ഇരിക്കുന്നത്. അവർക്ക് ഐസൈറ്റ് പൊതുവിൽ കുറവായിരിക്കും ഷുഗർ ഉള്ള ആൾക്കാർക്ക്. ഇൻസുലിന്റെ സെക്രീഷൻ കൂടുതലാണ് എങ്കിൽ നമുക്ക് ബ്ലഡ് ഷുഗർ കുറവായിരിക്കും. അത് നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്നാണ് പറയുന്നത്. ഇനി സൊമാറ്റോസ്റ്റേറ്റിനാണ് ലാസ്റ്റത്തെ ഹോർമോൺ. നമ്മളെ ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ് പറയുന്നത്. ഇത് ഇൻസുലിന്റെയും ഗ്ലൂക്കോസിന്റെയും പ്രൊഡക്ഷനെ എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് വെച്ചിട്ടാണ് പാൻക്രിയാസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സെൽസിന് നമ്മൾ പറയുന്ന പേരാണ് ഐലറ്റ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും ഈ ഐലറ്റ് ഓഫ് ലാംഗർഹാൻസിൽ 3 ടൈപ്പ് ഓഫ് സെല്ലുകളാണ് ഉള്ളത്: ആൽഫ, ബീറ്റ, ഗാമ. ആൽഫ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂക്കഗോൺ. ഈ ഗ്ലൂക്കഗോണിന്റെ കുറച്ച് ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത് ഇവിടെ. ഗ്ലൂക്കഗോൺ അണ്ടർ സെക്രീഷൻ ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഗ്ലൂക്കഗോൺ ഒരു മിനിറ്റ്, ഗ്ലൂക്കഗോണിന്റെ കാര്യം ഇവിടെ പറയാനുള്ള കേട്ടോ. ഇൻസുലിനും സൊമാറ്റോസ്റ്റേറ്റിനാ പറയുന്നുള്ളൂ. ഓക്കെ, ഗ്ലൂക്കഗോണിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഫങ്ഷൻ ലിവറിലെ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, അതേ പറയുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ സെല്ലാണ് ബീറ്റ സെല്ല്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻസുലിൻ.
ഇൻസുലിന്റെ എമൗണ്ട് കൂടുതലാണ് എങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ കുറവായിരിക്കും. ഇൻസുലിന്റെ എമൗണ്ട് കുറവാണെങ്കിൽ ബ്ലഡ് ഷുഗർ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റത്തെ സെല്ലാണ് ഗാമ സെല്ല്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സൊമാറ്റോസ്റ്റേറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇവരെ നമ്മൾ ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്നാണ് പറയുന്നത്. ഇത് എന്ത് ചെയ്യും? നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട നമ്മൾ പറഞ്ഞ ഗ്ലൂക്കഗോൺ, ഇൻസുലിൻ ഇവരുടെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യും. അതാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. പിന്നെ പാർഷ്യൽ എൻഡോക്രൈനില് പാൻക്രിയാസ് കഴിഞ്ഞാല് പിന്നെ ഗ്യാസ്ട്രിക് ഡിയോഡീനൽ എപ്പിത്തീലിയം നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ടില്ല. ഗൊണാഡ്സ് പക്ഷെ ഇത് ലേബിൾ ചെയ്യാനായിട്ട് പഠിക്കണം. പിന്നെ നിങ്ങൾക്ക് ഗൊണാഡ്സും പ്ലസന്റും ആണ് ഉള്ളത്. ഗൊണാഡ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും മനസ്സിലായല്ലോ, ഫീമെയിൽസിലാണെങ്കിൽ നമ്മൾ അതിനെ ഓവറി, മെയിലാണെങ്കിൽ നമ്മൾ അതിനെ ടെസ്റ്റിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ടെസ്റ്റിസ് ഇൻ മെയിൽ, ഓവറി ഇൻ ഫീമെയിൽ. അതാണ് ഗോണാഡ് എന്ന് പറയുന്നത്. അപ്പം ടെസ്റ്റിസ് നോക്കുവാണെങ്കിൽ ടെസ്റ്റിസിൽ ഈ പറഞ്ഞ പോലെ 2 ടൈപ്പ് ഓഫ് സെല്ലുകളാണ് ഉള്ളത്. ഒന്ന് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളും അതേപോലെ തന്നെ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളും. ഇങ്ങനെ 2 സെല്ലുകളാണ് മെയിലിന്റെ ടെസ്റ്റിസിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ ഈ മെയിലിന്റെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് നമ്മൾ ആൻഡ്രോജൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. അപ്പൊ നമ്മൾ ഫീമെയിൽസിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ എമൗണ്ട് ഉണ്ട്, പക്ഷെ അത് മെയിലിനെ പോലെ ആവുകയാണെങ്കിൽ നമുക്ക് ആണുങ്ങളെ പോലെ വോയിസ് വരാം, അല്ലെങ്കിൽ അവരുടെ ഫീച്ചേഴ്സ് ഫേഷ്യൽ ഹെയർ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് ആണുങ്ങളെ പോലെ നമുക്ക് ഒരിക്കലും താടി മീശൊന്നും വളരില്ലല്ലോ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രോബ്ലം ആയിരിക്കാം. അതേപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് പുരുഷന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, താടി വരാ, മീശ വരാ, സൗണ്ട്, അങ്ങനെ പുരുഷന്മാർക്ക് അവരുടേതായ ഒരു ക്യാരക്ടേഴ്സ് ഇല്ലേ, അതിനെല്ലാം തന്നെ എന്താ പറയാ കൺട്രോൾ ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അതുകൊണ്ട് തന്നെ പ്യൂബർട്ടിയുടെ സമയത്താണ് ഇത് ആക്റ്റീവ് ആകുന്നത്. അതുകൊണ്ട് ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട് ഫേഷ്യൽ ഹെയർസ് വരാം. ഞാൻ പറഞ്ഞല്ലോ ഫേഷ്യൽ ഹെയർസ് നമ്മൾ ഫീമെയിൽസിനും ഉണ്ട്, പക്ഷെ ഇവിടുത്തെ ഫേഷ്യൽ ഹെയർ എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല കട്ടിയിലാണല്ലോ അവർക്ക് വരുന്നത്, അതാണ്. പിന്നെ അവരുടെ വോയിസ് അതൊക്കെ ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള വോയിസ് ഒക്കെ ആയിരിക്കും. എന്ന് പറയുന്ന ഹോർമോൺ ഉള്ളതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വരുന്നത്. അപ്പൊ അതാണ് മെയിൽ ടെസ്റ്റിസിന്റെ കാര്യം. ഇനി അടുത്ത ഗൊണാഡ്, ഫീമെയിലിന്റെ ഗൊണാഡ് എന്ന് പറയുന്നത് ഓവറിയാണ്. ഫീമെയിലില് 2 ഹോർമോൺസ് ആണ് മെയിൻ ആയിട്ടുള്ളത്, ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും. നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഈസ്ട്രജൻ എന്ന് പറഞ്ഞാല് ഇതിങ്ങനെ പഠിച്ചാൽ മതി, ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും ഓവറിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബ്രസ്റ്റ്, നമുക്കൊരു ഏജ് വരുമ്പോൾ നമ്മുടെ ബ്രസ്റ്റ് ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ടല്ലോ, നമ്മുടെ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാനും അതേപോലെ നമുക്ക് സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹിപ്പ് ഏരിയയിൽ കുറച്ച് എന്താ പറയാ തടി കൂടുതലുള്ള അല്ലെ കോമൺ. തീരെ വണ്ണമില്ലാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ, എന്നാലും ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്ത്രീയുടെ കാര്യം പറയുന്നത്. നമുക്ക് സൈഡുകളിൽ ഫാറ്റിന്റെ ഡെപ്പോസിഷൻ ഉണ്ട്, നമ്മുടെ അടിവയറ്, നമ്മുടെ സൈഡ്, അങ്ങനെയുള്ള ഭാഗങ്ങളിലാണല്ലോ സ്ത്രീകൾക്ക് മെയിൻ ആയിട്ടും ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ഫാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല നല്ല ഫാറ്റ് ആട്ടോ. അതൊക്കെ ചെയ്യുന്നത് ഈസ്ട്രജൻ ആണ്. അതേപോലെ തന്നെ ഈസ്ട്രജൻ നമ്മുടെ യൂട്രസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതായത് നമ്മുടെ നമുക്കറിയാലോ, ഓരോ തവണ നമ്മൾ പീരീഡ്സ് ആവുന്നതിന് മുന്നും നമ്മുടെ യൂട്രസ് എപ്പോഴും പ്രിപ്പേർഡ് ആയിട്ടാണ്, നമ്മുടെ യൂട്രസ് എപ്പോഴും പ്രിപ്പേർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇൻ കേസ് ഒരു സെക്ഷൽ കോണ്ടാക്ട് നടന്ന് അവിടെ ഒരു കുട്ടി ഉണ്ടാവുകയാണ് എങ്കിൽ ആ കുട്ടീനെ ക്യാരി ചെയ്യണം. അപ്പൊ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്രസ് എപ്പോഴും പുതിയ പുതിയ ലെയറുകളെയൊക്കെ ഫോം ചെയ്ത് എപ്പോഴും യൂട്രസ് റെഡി ആയിട്ടിരിക്കും. അപ്പൊ അതിനു വേണ്ടി യൂട്രസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ യൂട്രസിന് കട്ടി കുറവാണ്, അപ്പോൾ എല്ലാ മാസവും ഈ യൂട്രസിൽ പുതിയ പുതിയ പാളികൾ ലെയറുകൾ വരും, ലെയറുകൾ ഇങ്ങനെ ഫോം ചെയ്യും. കാരണം നമുക്ക് അറിയില്ല എപ്പോ വേണമെങ്കിലും ഒരു പ്രഗ്നൻസി വരാല്ലേ, സെക്ഷൽ കോണ്ടാക്ട് ഇല്ല. അപ്പൊ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ ആ കുട്ടീനെ, ആ ഒരു ഭ്രൂണത്തിനെ ക്യാരി ചെയ്യാൻ വേണ്ടി യൂട്രസ് എപ്പോഴും പ്രിപ്പേർഡ് ആയിട്ടിരിക്കും. അപ്പൊ നമുക്കത് ഒരു നമ്മള് സെക്ഷൽ കോണ്ടാക്റ്റിൽ ഇല്ല, അല്ലെങ്കിൽ ഇപ്പം നമുക്കിപ്പം ഒരു കുട്ടി അവിടെ ഉണ്ടായില്ല, നമുക്ക് തേർഡ് മൊഡ്യൂളിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, എന്നാലും ഞാൻ പറയാം. ഒരു കുട്ടി അവിടെ ഉണ്ടായില്ല, ഒരു നടന്നില്ല എങ്കിൽ എന്താ, ഈ യൂട്രസിന്റെ പാളികൾ പുതിയതായിട്ട് ഫോം ചെയ്ത ലെയർ എല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞു പോകും.
അതാണ് നമുക്ക് എപ്പോഴും പീരീഡ്സിന്റെ സമയത്ത് അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും. അതിന്റെ റീസൺ യൂട്രസിന്റെ ലെയർ പൊളിഞ്ഞു പോകുന്നതുകൊണ്ടാണ്. എൻഡോമെട്രിയം എന്നാണ് ആ ലെയറിന് പറയുന്ന പേര്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി യൂട്രസിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ ഈസ്ട്രജൻ എന്ന് പറയുന്നത്. അടുത്ത ഫീമെയിൽ ഹോർമോൺ ആണ് പ്രൊജസ്റ്ററോൺ. പ്രൊജസ്റ്ററോൺ സെക്രീറ്റഡ് ബൈ കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത് ഓവറിയുടെ ഒരു ഭാഗമാണ്. നിങ്ങൾ ഓവറിയിൽ പഠിച്ചാൽ മതി. ഈ പ്രൊജസ്റ്ററോണിന്റെ പ്രൊജസ്റ്ററോണിന്റെ ഇതെന്ന് പറഞ്ഞാല് ഈ നമ്മുടെ ഇപ്പൊ നമുക്കൊരു വയറിലൊരു കുട്ടി ഉണ്ടായിരുന്നു വിചാരിക്കും, ഫീറ്റസ് ഉണ്ട്. ആ ഫീറ്റസിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി, വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രൊജസ്റ്ററോൺ. ഒരു കുട്ടി ഉണ്ടാവുമ്പോഴായിരിക്കും അത് കൂടുതലും എന്താ പറയാ ആക്റ്റീവായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റത്തെയാണ് പ്ലസന്റ. ഓക്കെ, പാർഷ്യലി എൻഡോക്രൈൻ ഗ്ലാൻഡിൽ ലാസ്റ്റ് വരുന്നതാണ് പ്ലസന്റ. പ്ലസന്റ എന്ന് പറഞ്ഞാല് നമ്മൾ ഫീമെയിൽസിന് മാത്രമുള്ള ഒരു കാര്യമാണ് പ്ലസന്റ എന്ന് പറയുന്നത്, അല്ലെ? ഈ പ്ലസന്റ എന്ത് ചെയ്യും? ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺ ആണ് HCG. HCG എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ആണ്. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, അങ്ങനെയാണ് അത്. അതിന്റെ പേര് ഫുൾ ഫോം അങ്ങനെയാണ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല്, ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഇതൊക്കെ ആക്ടിവിറ്റി ഓഫ് ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പൊ പ്ലസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ എപ്പം മാത്രമാണ് എല്ലാ സ്ത്രീകളിലും അത് പ്രൊഡ്യൂസ് ചെയ്യുക? ഇല്ല, പ്രൊഡ്യൂസ് ചെയ്യും. ഏത് സ്റ്റേജിൽ മാത്രം? ആ സ്ത്രീ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ മാത്രമാണ് അവരുടെ ബോഡിയിൽ ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ, പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഈ പറഞ്ഞ HCG ഒക്കെ നമ്മളിലൊന്നും ഉണ്ടാവില്ല. ഐ മീൻ ഡെലിവറി ടൈമിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് ആണ് ഇവരൊക്കെ. ഓക്കെ, പിന്നെ നമ്മുടെ ഇതിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ലൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഗാസ്ട്രിക് ആൻഡ് ഡ്യൂോഡെനൽ എപ്പിത്തീലിയത്തിന്റെ കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ രണ്ട് ഹോർമോൺസിന്റെ പേരെ പറഞ്ഞിട്ടുള്ളൂ, ഗാസ്ട്രിനും സെക്രീറ്റിനും. ഓക്കെ, ഗാസ്ട്രിനും സെക്രീറ്റിനും. ഗാസ്ട്രിൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വയറില് അറിയാലോ, ഫുഡ് അറിയണമെങ്കിലൊക്കെ ഗാസ്ട്രിക് ജ്യൂസും ആസിഡൊക്കെ ആവശ്യമാണ്. ഗാസ്ട്രിക് ജ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഗാസ്ട്രിൻ ആണ്. രണ്ടാമത്തെ ഹോർമോൺ സെക്രീറ്റിൻ ആണ്. സെക്രീറ്റിൻ പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മള് ഗ്ലാൻസില് എക്സ്ക്ലൂസീവ്ലി എൻഡോക്രൈനും പാർഷ്യലി എൻഡോക്രൈനും നമ്മളിപ്പം കംപ്ലീറ്റ് ചെയ്തു. അതാണ് ഗ്ലാൻഡുകളെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഇത് ഉണ്ടോ നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. പിന്നെ പേജ് നമ്പർ 390 നമ്മുടെ ഹോർമോൺ കൺട്രോളും നെർവസ് കൺട്രോളും തമ്മിലുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ പ്രോപ്പർട്ടി. ഇപ്പം സിഗ്നലിന്റെ നേച്ചർ പറയുകയാണെങ്കിൽ ഹോർമോണിന്റെ എല്ലാം കെമിക്കൽ സിഗ്നലും നെർവ്സിന്റെ ഇലക്ട്രിക്കൽ സിഗ്നലാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, അല്ലെ? ഇലക്ട്രിക്കൽ സിഗ്നൽ ആണെന്നുള്ളത്. പിന്നെ സിഗ്നലിന്റെ സ്പീഡ് ഹോർമോണിന്റെ സ്ലോ ആണ്. കാരണം ഹോർമോൺ എപ്പോഴും സ്ലോ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുക. കാരണം പെട്ടെന്ന് അങ്ങനെ ആക്ട് ചെയ്തിട്ട് അതിന് ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഈ പറയുന്ന പ്രൊജസ്ട്രോൺ നമ്മുടെ പ്ലസന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന HCG പ്രഗ്നൻസി ടൈമിലാണ് വരുന്നത്, അല്ലെ? അത് പയ്യാണ് വരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം അല്ലല്ലോ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവുന്നത്, പയ്യാണ് ഇത് വരുള്ളൂ. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ റാപ്പിഡ് ആണ്. നർവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ചൂടുള്ള ഒരു പാത്രത്തിൽ തൊട്ട് കഴിഞ്ഞ് അപ്പൊ തന്നെ കൈ വലിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് പോലും എടുക്കുന്നില്ലല്ലോ. അപ്പൊ അത്രയും സ്പീഡ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാല് ഹോർമോണൽ ഇംബാലൻസ് ഇപ്പം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ബോഡീനെ അത് അഫക്ട് ചെയ്യും, അല്ലെ? നമുക്കിപ്പം അറിയാലോ, PCODയോ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അസുഖം മാത്രമല്ല വരാം, പല അസുഖങ്ങൾ വരാം, അല്ലെ? ചിലപ്പോൾ വെയിറ്റ് ഒട്ടും കുറയില്ലായിരിക്കാം, അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർസ് വരാം, പീരീഡ്സ് കറക്റ്റ് ആവില്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരാം. കൺട്രോൾ എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ശരീരത്തിനെ ബാധിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ കൈ ഒന്ന് പൊള്ളി, നമ്മുടെ ഫുൾ ബോഡീനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്? ഇല്ല, കൈ പൊള്ളിയ ഭാഗം മാത്രമേ നമുക്ക് പെയിൻ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഹോർമോണിന്റെ ഇത് ബാലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്തിനെ അഫക്ട് ചെയ്യും.
നർവ്സിന്റെ ആണെങ്കിൽ അത് അഫക്റ്റ് ചെയ്യില്ല. കാരണം കൈ പൊള്ളിന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരും വളരാതെ ഇരിക്കുന്നൊന്നുമില്ലല്ലോ. പിന്നെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാല് നർവ്സിന്റെ ആണെങ്കിൽ നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അല്ലേ. നമ്മുടെ കൈ ഒരു തവണ പൊള്ളി, പിന്നെ നമ്മൾ അതിൽ കൊണ്ടുപോയി വെക്കില്ലല്ലോ. ഹോർമോൺസിന്റെ നമുക്കായിട്ട് ഒരിക്കലും നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ലൈഫ് സ്റ്റൈൽ കൊണ്ട് പറ്റുമായിരിക്കും, ഇല്ലാന്ന് പറയുന്നില്ല. ഇഫക്റ്റ് ഓഫ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പം കൈ മുള്ളില് ഇങ്ങനെയുള്ള നർവ്സിന്റെ കാര്യമാണെങ്കിൽ ഷോർട്ട് ലീവ്ഡ് ആണ്, കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ഹോർമോണിന്റെ ആണെങ്കിൽ ഡിപ്പെൻസ് ഓൺ ദി ഹോർമോൺ അല്ലെ. ചിലപ്പം കുറേ ഇത് കുറെ ഇപ്പൊ PCOD ഒക്കെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് വരുന്നെങ്കിൽ കുറെ നാളത് നിൽക്കൂലേ. ചിലപ്പം മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ മാറും. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഫെറമോൺസ് ആണ്. ഫെറമോൺസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളാണെങ്കിലും എന്താ പറയാ, ഫെറമോൺസ് സെക്രട്ടറി അതായത് ഫെറമോൺസ് എന്ന് പറഞ്ഞാല് സെയിം ഗ്രൂപ്പിലുള്ള ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഫെറമോൺസിന് മനസ്സിലാകും. ഇപ്പോ ഉറുമ്പ് ഇങ്ങനെ ഒരു വരിയായിട്ട് എഴയുന്നുണ്ട്. അതിന്റെ കാരണം ഉറുമ്പുകള് ഫെറമോൺസ് എന്ന് പറയുന്ന കെമിക്കലുകൾ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അത് സ്മെല് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഉറുമ്പുകൾ വരുന്നത്. അങ്ങനെയാണ് അവർ നിരയായിട്ട് പോകുന്നത്, സ്മെല് ചെയ്തിട്ട്. അതൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെന്താ, ലാസ്റ്റത്തെ ഒരു പോർഷൻ ആണ് ഹോമിയോസ്റ്റേസിസ് എന്ന് പറഞ്ഞിട്ട്. അതായത് കീപ്പിംഗ് സ്റ്റഡി സ്റ്റേറ്റ്. അതായത് നമ്മുടെ ബോഡീനെ നമ്മൾ പറയില്ല, നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയാറുണ്ട്. അതാണ് ഹോമിയോസ്റ്റേസിസ്. എപ്പോഴും ഒരു സ്റ്റഡി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പൊ നമ്മുടെ നമുക്കറിയാലോ, ബ്ലഡ് ഷുഗർ അത് കൂടിക്കഴിഞ്ഞാൽ ഷുഗർ കൂടും, കുറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കുറയും. അതേപോലെ തന്നെ പല കാര്യങ്ങളും അല്ലെ. അപ്പൊ അതൊരു നോർമൽ ലെവലില് കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മുടെ ഹോമിയോസ്റ്റേസിസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ തെർമോ റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഷൻ ഉണ്ട്. തെർമോ റെഗുലേഷനിൽ പറയുന്നത് ഇതൊക്കെ TMA വരുന്ന പോർഷൻസ് ആട്ടോ. ഇത് പഠിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതായത് നമ്മൾ ലിവിങ് ഓർഗാനിസംസിന് ജീവിക്കണമെങ്കിൽ ഒരു ടെമ്പറേച്ചർ വേണം. ആ ടെമ്പറേച്ചറിനെക്കാട്ടിലും കൂടി കഴിയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള എൻസൈംസ് നശിക്കും, പ്രോട്ടീൻസ് ഡീനേച്ചർ ചെയ്യും. എന്ന് വെച്ചാല് ഇങ്ങനെ രണ്ടായിട്ട് പോകാം, പ്ലാസ്മ മെംബ്രെയിൻ നശിക്കും, ഓക്സിജൻ സെൽസിൽ കുറവായിരിക്കും. ഇനി നമുക്ക് ഇപ്പം ടെമ്പറേച്ചർ 0 ഡിഗ്രിക്കും താഴെയാണ് എങ്കിൽ അത് ഫ്രീസിങ് പോയിന്റ് ആണ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നതാണ് പറയുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ TMA വരുന്ന പോർഷൻസ്, അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാത്തത്. പിന്നെ നമ്മുടെ ആനിമൽസിനെ അവരുടെ ടെമ്പറേച്ചർ ടോളറൻസിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എൻഡോതേമും എക്ടോതേമും. എൻഡോതേം എന്ന് പറഞ്ഞാല് വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഹോമിയോതേംസും വാം ബ്ലഡഡും. എൻഡോതേംസിൽ എല്ലാ ബേർഡും മാമൽസും എല്ലാം തന്നെ പെടും. ഹോമിയോതേംസില് ഒരു സെയിം ബോഡി ടെമ്പറേച്ചർ ആയിരിക്കും. വാം ബ്ലഡഡ് എന്ന് പറഞ്ഞാല് കുറച്ച് വാം ആയിരിക്കും ബ്ലഡ്, ചൂടുണ്ടാവുന്ന പറയുന്ന ബ്ലഡിൽ. പിന്നെ എക്ടോതേം എന്ന് പറഞ്ഞാല് ഫിഷ്, ഫ്രോഗ്, ലിസാർഡ് ഇതൊക്കെയാണ് വരുന്നത്. പോയിക്കിലോതേംസും കോൾ ബ്ലഡഡും. കോൾ ബ്ലഡഡ് എന്ന് പറഞ്ഞാല് ബ്ലഡിന് കുറച്ച് കോൾഡ് നേച്ചർ ആയിരിക്കും. പോയിക്കിലോതേംസ് എന്ന് പറഞ്ഞാല് സറൗണ്ടിങ്സിന്റെ ചൂടനുസരിച്ചിട്ട് അത് മാറും എന്നാണ് പറയുന്നത്. പിന്നെ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് ഇതില്. പിന്നെ ഹ്യൂമൻ ബീങ്സിന്റെ ബോഡി ടെമ്പറേച്ചർ അറിയാലോ, 37 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നമ്മുടെ ബോഡീനെ നമ്മുടെ ബോഡി തന്നെ കുറെയൊക്കെ അഡാപ്റ്റ് ചെയ്യാറുണ്ട് സ്വന്തമായിട്ട് അല്ലെ. നമ്മൾ നല്ല തണുപ്പുള്ള സമയത്ത് നമ്മുടെ ബോഡി തന്നെ കുറെ മെക്കാനിസംസ് എടുക്കും അല്ലെ. ഇപ്പൊ നല്ല തണുപ്പുള്ള സമയത്ത് നമ്മൾ ഭയങ്കര കൂളായിട്ട് നടന്ന്
അങ്ങനെ പോകുന്നില്ല. നമ്മൾ നല്ല വിറച്ചിട്ടൊക്കെ ആയിരിക്കാം പോകുന്നത്. നമ്മളിപ്പം വിറച്ചില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി നമ്മൾ വിറയ്ക്കും. അത് ബോഡിയുടെ ഒരു മെക്കാനിസം ആണ്. നമ്മൾ വിറയ്ക്കുന്നത് എന്തിനാ? തണുക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു ചൂട് കിട്ടാൻ, നമ്മുടെ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇന്റൻഷനലി കൈയൊക്കെ കൂട്ടി തിരുമ്മി ഒക്കെ വെക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ഇന്റൻഷനലി ചെയ്യുന്ന, പക്ഷെ വിറയ്ക്കുന്നത് നാച്ചുറലി വരുന്ന കാര്യം. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പം ഇങ്ങനെ കൂനി കൂടിയായിരിക്കും ഇരിക്കുന്നത് അല്ലേ? കൂനി കൂടി ഇരിക്കുക, അതൊക്കെ ആയിരിക്കും തണുക്കുമ്പോൾ ചെയ്യുന്നത്. നമ്മുടെ ചുണ്ടൊക്കെ കിടന്ന് വിറയ്ക്കും. അതേപോലെ ചൂടുള്ള സമയത്ത് നമ്മുടെ ബോഡി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ദാഹിക്കും. അപ്പം നമ്മൾ വെള്ളം കുടിക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, കുറെ വിയർക്കും. അതൊക്കെയാണ് പറയുന്നത്. പിന്നെന്താണ് ഇവിടെ ടൈപ്പ് ഓഫ് റെഗുലേറ്ററി സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്. ഫിസിയോളജിക്കൽ റെഗുലേഷനും ബിഹേവിയറിലും. ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിറയ്ക്ക ഇപ്പൊ പറഞ്ഞില്ല, അതൊക്കെ തന്നെ. ബിഹേവിയറൽ എന്ന് പറഞ്ഞാല് മൂവ് ടു എനി ഷെയ്ഡ് ഓഫ് പ്ലേസ്. നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നത്. ഇപ്പം ബോഡി വിറയ്ക്കുന്നത് നമ്മൾ ചെയ്താലില്ലെങ്കിലും ബോഡി വിറയ്ക്കും. പക്ഷെ ഇപ്പൊ നമ്മള് തണുക്കുന്ന സമയത്ത് നമ്മള് ഇപ്പൊ കൈയൊക്കെ കൂട്ടി തിരുമ്മി നമ്മൾ വെക്കില്ലേ, ഇതൊക്കെ നമ്മൾ ഇന്റൻഷനലി ചെയ്യുന്നത്. അതാണ് ബിഹേവിയറൽ റെഗുലേഷനിൽ പറയുന്നത്. പിന്നെ ഈ സെക്കൻഡ് മൊഡ്യൂളിന്റെ കുറച്ച് TMA ഉണ്ട്. അത് ഞാൻ ഷോർട്ടാക്കിയാണ് പറഞ്ഞു തരുള്ളൂ, ഭയങ്കര ഷോർട്ടാക്കിയേ പറഞ്ഞു തരുള്ളൂ. TMAയിൽ വരുന്നത് റൂട്ട് സിസ്റ്റം, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്, ന്യൂട്രീഷൻ ആൻഡ് ഡൈജഷൻ. റൂട്ട് സിസ്റ്റം, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്, ന്യൂട്രീഷൻ ആൻഡ് ഡൈജഷൻ. അത് ജസ്റ്റ് പറഞ്ഞുതരാം. പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്കിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ വേരുകളെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. മെയിനായിട്ടും 2 ടൈപ്പ് ഓഫ് വേരുണ്ട്. പേജ് നമ്പർ 138 ഞാൻ 138 വേരുകൾ മെയിനായിട്ടും 2 ടൈപ്പ് ഉണ്ട്. കണ്ടോ? ഇങ്ങനെയും കാണാം, ഇങ്ങനെയും കാണാം. ടേപ്പ് റൂട്ട് സിസ്റ്റവും ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. ടേപ്പ് റൂട്ട് സിസ്റ്റത്തിൽ വരുന്നത് നമ്മുടെ ചൈന റോസ്, നീമ്. നിങ്ങൾ ഇങ്ങനത്തെ വേര് കണ്ടിട്ടുണ്ടോ? ചില മാവിന്റെ വലിയ മാവല്ല, പക്ഷെ പൊടിച്ചു വരുന്ന മാവൊക്കെ പറിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പേരായിരിക്കും കാണുന്നത്. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പുല്ല് പറിച്ചു കഴിയുമ്പോൾ കൂടുതൽ ഇങ്ങനത്തെ ഒക്കെ ആയിരിക്കും കാണുന്നത്. പുല്ല്, മെയ്സ്, ഇതൊക്കെ പറിച്ചു കഴിയുമ്പം ഇങ്ങനെ കൂട്ടം പിടിച്ചായിരിക്കും കിടക്കുന്ന പുല്ലുകൾ. ഇതാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഇങ്ങനെയാ കാണുന്നെങ്കിൽ നമ്മുടെ ടാപ്പ് റൂട്ട് സിസ്റ്റം. അതേപോലെ തന്നെയുള്ള ഒരു റൂട്ട് സിസ്റ്റം ആണ് അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാല് മണ്ണിന്റെ അടിയിൽ ആകണം, മണ്ണിന്റെ അടിയിലുള്ളതല്ല. ഇപ്പൊ നമ്മൾ ആൽമരത്തിന്റെ എന്താ പറയാ, ആൽമരം വേണ്ട. ഇപ്പൊ നമ്മൾ ഈ മുള ഇല്ലേ, മുളയിലൊക്കെ കണ്ടിട്ടില്ലേ, ആ മണ്ണിന്റെ അടിയിൽ വേരുണ്ടാവും. അത് കൂടാതെ അതിന്റെ സൈഡുകളിൽ ഞാൻ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്, കണ്ടോ? അടിയിന്ന് ഇതുണ്ടാവും, അല്ലാതെ സൈഡുകളിൽ നിന്ന് വേരുണ്ടാവും. മണി പ്ലാന്റ്, ഇതിനൊക്കെ വേരുകൾ ഇങ്ങനെ സ്റ്റെമ്മിന്ന് മുളച്ചു വന്നിട്ടുണ്ടാവും. അതാണ് അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഈ റൂട്ടിന് മെയിൻ ആയിട്ടും ഒരു റൂട്ട് ക്യാപ്പ് ഉണ്ടാവും, ഏറ്റവും അടിയിലുള്ള ഭാഗം. അത് ആ റൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മെരിസ്റ്റമാറ്റിക് സെൽസ് കാണപ്പെടുന്ന ഒരു റീജിയൻ ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള സെൽസുകൾ കാണപ്പെടുന്ന ഒരു ഭാഗമാണ്. അതിന് 3 ഭാഗങ്ങളുണ്ട്: ഡേമറ്റോജൻ, പെരിബ്ലം, പ്ലീറോം എന്ന് പറഞ്ഞിട്ട്. റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ സെല്ലുകൾ ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്ത് ലെങ്ത് വെക്കുന്ന ഒരു റീജിയൻ ആണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഹെയറും അങ്ങനെ ഒക്കെ കാണപ്പെടുന്ന ഭാഗമാണ്. റൂട്ടിന്റെ മോഡിഫിക്കേഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ടേപ്പ് റൂട്ടിനും ഉണ്ട്, അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റത്തിനും എന്തുണ്ട്? മോഡിഫിക്കേഷൻസ് ഉണ്ട്. ടേപ്പ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ നോക്കാം. അതായത് ചിലതിനൊക്കെ നമ്മൾ മണ്ണിന്റെ അടിയിൽ നമ്മൾ കഴിക്കും. കോണിക്കൻ ആണെങ്കിൽ ക്യാരറ്റ് ആണ്. ഇവിടെ പറഞ്ഞേക്കൊന്ന് നോക്കിയ ബേസ് ഈസ് ബ്രോഡ് ആൻഡ് ടേപ്പേഴ്സ് ഗ്രാജുവലി ടുവേർഡ്സ് അപെക്സ്. അതായത് ഒരു ക്യാരറ്റ് എങ്ങനെ ഇരിക്കുന്നത്, അതിന്റെ മുകൾ ഭാഗം കുറച്ച് ബ്രോഡ് ആയിരിക്കും, അതാണ് ബേസ് ഭാഗം. മുകൾ ഭാഗം കുറച്ച് ബ്രോഡും, ക്യാരറ്റ് അല്ലേ താഴേക്ക് വരുന്തോറും വളരെ നാരോ ആയിട്ടായിരിക്കും വരുന്നത്,
ഈ ക്യാരറ്റ് വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ക്യാരക്ടറായിട്ട്. അത് കോണിക്കലാണ്. ഫ്യൂസിഫോം എന്ന് പറയുമ്പോൾ റാഡിഷ് വരും. നാപ്പിഫോം ട്യൂണിപ്, ട്യൂബറസ് എന്ന് പറയുമ്പോൾ നാലുമണിശ്ശേരിയുടെ. അഡ്വന്റീഷ്യസ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻസ് ഇവിടെ പലതായിട്ട് നമ്മൾ സ്റ്റെമ്മിന്റെ പറഞ്ഞായിരുന്നു ഇങ്ങനെ തന്നെ. ട്യൂബറസ് ആണെങ്കിൽ ഇത് ഫാസിക്കുലേറ്റഡ്, ന്യൂഡ്യൂലസ്, മോണിഫോം, ആനുലേറ്റഡ്, ഇതെല്ലാം തന്നെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിളും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസിന്തസിന്റെ മോഡിഫിക്കേഷൻ, ഏസിമിലറി റൂട്ടുകൾ, പിന്നെ മോഡിഫിക്കേഷൻ ഫോർ അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ വലിച്ചെടുക്കാനാണെങ്കിൽ എപ്പിഫൈറ്റിക് റൂട്ട്, അതായത് വാൻഡ. ഇവരുടെയൊക്കെ വേര് കണ്ടോ? ഈ ആൽമരത്തിലൊക്കെ വാൻഡ കാണാനായിട്ട് പറ്റും നമുക്ക്. മാവ്, ഇത്തിൽക്കണ്ണിയൊക്കെ കണ്ടിട്ടില്ല? അതിന്റെ വേര് മണ്ണിലല്ലല്ലോ. ഇത്തിൽക്കണ്ണിയൊക്കെ മെയിൻ ആയിട്ടും വളരുന്നത് ഈ മാവിന്റെ ചില്ലകളിൽ പറ്റി പിടിച്ചിട്ടാ. അതുകൊണ്ട് തന്നെ അവരുടെ വേര് മണ്ണിലായിരിക്കില്ല, കൊമ്പിലായിരിക്കും. എന്തിനാന്ന് വെച്ചാല് അത് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, മാവിന്റെ ഫുഡ് നീരെടുക്കാൻ വേണ്ടിയിട്ട്. അത് കൂടാതെ ഇവർ അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ വലിച്ചെടുക്കും. പിന്നെ ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ കണ്ടൽക്കാടുകളിൽ നോക്കുകയാണെങ്കിൽ വേരുകൾ ഇങ്ങനെ മണ്ണിന്റെ അടിയിൽ നിന്ന് മുകളിലോട്ട്, ചതുപ്പിന്ന് മുകളിലോട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ ന്യൂട്രീഷന് വേണ്ടിയിട്ടാണെങ്കിൽ കസ്ക്യൂട്ടയുടെ ഒക്കെ സക്കിംഗ് റൂട്ടും ഉണ്ട്. പിന്നെ ക്രോപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ ബന്യാനിൽ കാണപ്പെടുന്ന, അതായത് നമ്മുടെ ആൽമരത്തിലൊക്കെ മേളിന്ന് വള്ളികൾ തൂങ്ങി കിടക്കുന്ന കണ്ടിട്ടില്ലേ? ആ ബ്രാഞ്ചസിൽ നിന്ന് ആ വള്ളികൾ എന്ന് പറഞ്ഞാല് ശരിക്കും അതിന്റെ വേരിലാണ് പെടുത്തിയേക്കുന്നത്. എന്തിനാണ് എന്ന് വെച്ചാല് മെയിൻ ആയിട്ടും അതിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിൽട്ട് റൂട്ട് എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു പിക്ക് വരച്ചു വെച്ചിട്ടുണ്ട്. പിക്ക് പുറത്ത് വരച്ചാണ്. അതായത് നമ്മുടെ ഈ അതാണ് ഇതന്നെ കണ്ടോ, സ്റ്റെമ്മ് പോലെയുള്ള ഭാഗത്ത് മണ്ണിന്റെ മേളിൽ നിന്ന് വരുന്നത്. ക്ലൈംബിംഗ് റൂട്ട് എന്ന് പറഞ്ഞ മണി പ്ലാന്റ് ആണ്. അത് ക്ലൈംബിംഗ് റൂട്ട് നമ്മുടെ കുരുമുളകിനൊക്കെ കാണാം. ക്ലിങ് റൂട്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ എപ്പിഫൈറ്റ് ഓർക്കിഡിനൊക്കെ ഉള്ളത്. പിന്നെ മോഡിഫിക്കേഷൻസ് ഫോർ ബൊയാൻസി ആൻഡ് റെസ്പിറേഷൻ, അതായത് നമ്മുടെ ഈ ആഫ്രിക്കൻ പായല്, അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഫ്രിക്കൻ പായൽ ഇത് വെള്ളത്തിലാണ് കിടക്കുന്നത്. അത് പൊക്കി കഴിഞ്ഞതിന്റെ അടിയിൽ വേര് കാണാൻ പറ്റും. പക്ഷെ ആ വേര് വെള്ളത്തിലാണ് നിൽക്കുന്നത്, മണ്ണിൽ ഉറച്ചിട്ടില്ല. അതാണ് ഫ്ലോട്ടിംഗ് റൂട്ട് എന്ന് പറയുന്നത്. വെള്ളത്തിൽ ഒഴുകി കിടക്കുവല്ലേ ആഫ്രിക്കൻ ചെടിയൊക്കെ. പിന്നെ റൂട്ടിന്റെ ഫങ്ഷൻസ് നോക്കുവാണെങ്കിൽ ആങ്കറേജ് എന്ന് പറഞ്ഞാൽ അതിനെ ആ ഒരു ഫുൾ മരത്തിനെ ഫുൾ ഭാരം അതിന്റെ മേളിലാണല്ലോ, അതാണ് ആങ്കറേജ്. ഫുൾ മരത്തിനെ സോയിലിൽ പിടിച്ചു നിർത്തുന്നത്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാല് മിനറല് വാട്ടർ ഇതൊക്കെ അബ്സോർബ് ചെയ്യുക, അതൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ റൂട്ടിന്റെ പിക്ചർ ഒന്നും വരയ്ക്കാൻ പഠിക്കണം എന്നില്ല, ചോദിച്ചിട്ടില്ല. അത് പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക് അല്ല. പക്ഷെ അത് റൂട്ടിന്റെ നോക്കണ്ട, ഷൂട്ട് നോക്കിയാൽ മതി. പിന്നെ ഉള്ളത് ഏതായിരുന്നു? ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ പഠിച്ചാണല്ലോ, നോക്കട്ടെ ഒരു മിനിറ്റ്, ഞാൻ നോക്കട്ടെ, ഞാൻ മറന്നുപോയില്ലോ. ന്യൂട്രീഷൻ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്, ഒരു മിനിറ്റ് എടുക്കട്ടെ. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. ഈ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് നമ്മുടെ ടെക്സ്റ്റില് TMA ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഈ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് TMA, അതാ ഞാൻ നിങ്ങളോട് ക്ലാസ് തുടങ്ങിയപ്പോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കി കുറച്ച് സൈക്കിളുകൾ കൊടുത്തിട്ടുണ്ട്. ക്രെബ് സൈക്കിള്, ഗ്ലൈക്കോലൈസിസ്, സിട്രിക് ആസിഡ് സൈക്കിൾ, ഫോസ്ഫോറിലേഷൻ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇവിടെയില്ല. ഇതൊക്കെ കൊടുത്തേക്കുന്നുണ്ട് സൈക്കിളുകൾ. ഈ സൈക്കിളുകൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് അതിനൊരു ഡയഗ്രം ഒക്കെ ഉണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇതും അതേപോലെ മസിലിന്റെ 1-2 പേജേ ഉള്ളൂ. അതും ഞാൻ ഒരുമിച്ച് പറഞ്ഞുതരാം അടുത്ത ക്ലാസ്സിൽ. പിന്നെ ഈ ഒരു മൊഡ്യൂളിലുള്ളത് നമ്മുടെ ന്യൂട്രീഷൻ ആണ്. ന്യൂട്രീഷൻ സിമ്പിൾ ആണ്, നമുക്ക് എളുപ്പം മനസ്സിലാവും. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ന്യൂട്രിയന്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ?
ന്യൂട്രീഷൻ 2 ടൈപ്പ് ഉണ്ട്. ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും. ഓക്കെ, ഓട്ടോട്രോഫിക്, ഹെറ്ററോട്രോഫിക്. ഇതാ ഇവിടെ കിടക്കുന്നു. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുന്ന സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നവര്, അവരാണ് പ്ലാന്റ്സ്. ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാല് അവര് സ്വന്തമായി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും ഫുഡിന് വേണ്ടിയിട്ട്. എക്സാമ്പിൾ നമ്മൾ മനുഷ്യര്, നമ്മൾ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നേ, പക്ഷെ നമുക്ക് ചെടികളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യണ്ടേ ഫുഡിനുള്ള സാധനങ്ങൾ വേണമെങ്കിൽ. അതുകൊണ്ട് നമ്മളൊക്കെ ഹെറ്ററോട്രോഫിക് ആണ്. ഈ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ തന്നെ ഹോളോസോയിക് എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോളോസോയിക് എന്ന് പറഞ്ഞാല് വിഴുങ്ങിയായിരിക്കും അവർ ഫുഡ് കഴിക്കുന്നത്. സാപ്രോഫൈറ്റ്, അത് ഹ്യൂമൻസ് ഹോളോസോയിക്ക. നമ്മൾ വിഴുങ്ങുകയാണല്ലോ ചെയ്യുന്നത്, ഫുഡ് നമ്മൾ ചവച്ചിട്ട് വിഴുങ്ങുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ ഹോളോസോയിക് ആണ്. ഹെറ്ററോട്രോഫിക്കിലെ തന്നെ ഹോളോസോയിക്. സാപ്രോട്രോഫിക് എന്ന് പറഞ്ഞാല് ഡെഡ് ആയിട്ടുള്ള ചത്ത് ചീഞ്ഞ സാധനങ്ങളിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാര്. പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പ്ലാന്റ് ബോഡിയിൽ പോയിട്ട് ഇരുന്ന്, അല്ലെങ്കിൽ ഹ്യൂമൻ ബോൺസിന്റെ ബോഡിയിൽ പോയിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കുന്നവര്. അപ്പൊ ചില മീനുകളുടെ ഒക്കെ കണ്ടിട്ടില്ലേ, ഈ അയല മീനിന്റെ ഒക്കെ എന്താ ചെകിളയുടെ ഉള്ളിലൊക്കെ ഒരു പാരസൈറ്റിനെ കാണാനായിട്ട് പറ്റും. അതിന്റെയൊക്കെ ഉദ്ദേശം എന്താ? ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ, രണ്ടാമത്തെ ആ അയലയുടെ ചോരയൊക്കെ നീരൊക്കെ കുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാരസൈറ്റ് വരുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് റെസ്പിറേഷൻ അല്ലല്ലോ, റെസ്പിറേഷൻ അല്ല, ന്യൂട്രീഷൻ. ഇത് കണ്ടോ, നമ്മുടെ ഫുഡ് എങ്ങനെയാണ് ദഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ഫുഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പറയുന്ന രീതി തന്നെ പഠിച്ചാൽ മതി. ഒരു മിനിറ്റ്, അതിന് മുന്നേ നോക്കട്ടെ. ഇത് നോക്കിയേ, ഇതാണ് നമ്മുടെ ഫുഡ്. ഫുഡ് പോകുന്നത് ആദ്യം മൗത്തില്, നമ്മൾ വായയിൽ വെക്കും, ചവച്ചരയ്ക്കും അല്ലെ. അവിടെ എന്താ നടക്കണേന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ മൗത്തിലാണ് ഫുഡ് വെക്കുന്നത്. മൗത്തില് ഫുഡ് വെക്കുന്ന സമയത്ത് ഇത് ഓർഡർ ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്, എവിടെയോ കൊടുത്തിട്ട് വേണത്. നമ്മള് ഫുഡ് വായിൽ വയ്ക്കുമ്പോൾ അവിടെ ഏതൊക്കെ ഭാഗങ്ങൾ വരുന്നുണ്ട്? പല്ല്, നാക്ക്, ഇത് രണ്ടും മെയിൻ ആയിട്ടും വരുന്നത്. ഇതിന്റെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ വായയിൽ വെച്ച് ഫുഡ് കഴിക്കുന്നത്. ചവച്ച് ഒരു കുഴമ്പ് പരുവത്തിലായി കഴിയും. കുഴമ്പ് പരുവത്തിലായി കഴിയുമ്പം നമ്മൾ അതിനെ വിഴുങ്ങും അല്ലെ. അപ്പം ആ മൗത്തിൽ വെച്ച് നമ്മൾ ചവയ്ക്കുമ്പോൾ നമ്മുടെ സലൈവയും കൂടി ആ ഫുഡിൽ മിക്സ് ആവുന്നുണ്ട്, അറിയാലോ. ഈ സലൈവയിൽ, അതായത് നമ്മുടെ ഉമിനീര്, ഈ സലൈവയില് ഒരു എൻസൈം ഉണ്ട് കേട്ടോ. ആ എൻസൈമിന്റെ പേരാണ് അമൈലേസ് എന്ന് പറഞ്ഞിട്ട്. ഈ അമൈലേസ് എന്ത് ചെയ്യും? ഈ സ്റ്റാർച്ചിനെ ഡെക്സ്ട്രിൻസും മാൽട്ടോസും ഒക്കെ ആയിട്ട് മാറ്റാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് വായയിലെ കാര്യം. ഈ വായന്ന് നേരെ ഫുഡ് നമ്മുടെ ഫാരിങ്സിലെത്തും. ഫാരിങ്സിൽ നിന്ന് നേരെ ഈസോഫാഗസിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈസോഫാഗസ്, നമ്മുടെ അന്നനാളം, അതാണ് ഈസോഫാഗസ്. മൗത്തിൽ നിന്ന് നേരെ ഈസോഫാഗസ്. ഈസോഫാഗസിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ ഈസോഫാഗസിൽ വെച്ചിട്ട് അതിനൊരു വേവി മൂവ്മെന്റ് ഉണ്ടാവും. അങ്ങനെ ഫുഡ് ഈസി ആയിട്ട് ഇറങ്ങിപ്പോകും. ചില സമയത്ത് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അല്ലെ, നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ ആ തണുപ്പ് ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. അത് നമുക്ക് അറിയാൻ പറ്റുന്നത് ഏത് ഭാഗമാണ്? നമ്മുടെ ഈസോഫാഗസ് ആണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. തണുത്ത വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അറിയാം, നമ്മൾ നെഞ്ചിന്റെ കൂടെ തൊണ്ടേക്കൂടെ ഇങ്ങനെ പോകുന്നത്. അത് ഈസോഫാഗസിന്റെ അത് കൂടെ പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത്. അപ്പൊ മൗത്തില് ചവച്ചരച്ച ഫുഡ് ഫാരിങ്സ് വഴി ഈസോഫാഗസിലോട്ട് എത്തും. ഈസോഫാഗസിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് നേരെ എങ്ങോട്ടേക്കാ പോകുന്നത്? സ്റ്റൊമക്കിലോട്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മുടെ വയറ് കണ്ടോ, ഇത്രയാണ് നമ്മുടെ സ്റ്റൊമക്ക്, ആമാശയം ഇരിക്കുന്നത്. ഈ ആമാശയത്തില് നടക്കുന്ന കാര്യം നോക്കട്ടെ. നമ്മുടെ സ്റ്റൊമക്കിന്റെ ഉള്ളില് നമ്മളിങ്ങനെ ചവച്ചരച്ച ഫുഡാണ് ചെല്ലുന്നത്. ആ ഫുഡിലേക്ക് എന്തും ആഡ് ചെയ്യപ്പെടും? HCl കേട്ട് കാണും. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യപ്പെടും. അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസുകൾ ആഡ് ചെയ്യപ്പെടും. ഓക്കെ,
അങ്ങനെ ഇതെല്ലാം കൂടി എന്താവും, ഒരു കുഴമ്പ് വരുവാവും വീണ്ടും അല്ലെ. ഒരു മിനിറ്റ്. ഒരു കുഴമ്പ് പരുവത്തില് എത്താണ് ചെയ്യുന്നത്. ഈ സ്റ്റൊമക്കിൽ എത്തുന്ന സാധനം നേരെ പോകുന്നത് നമ്മുടെ എങ്ങോട്ടേക്കാ? നേരെ പോകുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ടാണ് പോകുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ കണ്ടോ, ഉള്ളിൽ ഇങ്ങനെ മടക്കി മടക്കി വെച്ചിരിക്കുന്നത്. സോറി, അത് ലാർജ് ഇൻറ്റസ്റ്റൈനാ. മറ്റേ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആട്ടോ ഈ ഉള്ളിൽ ഇങ്ങനെ മടക്കി മടക്കി വെച്ചേക്കുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ വീതി 2.5 ലെങ്ത് 7 മീറ്ററുമാണ്. 7 മീറ്റർ എന്ന് ആലോചിക്കുക. നമ്മുടെ ഒരു സാരിയുടെ നീളം എത്രയുണ്ട്? 5 അങ്ങനെ എന്താന്ന് തോന്നുന്നു മീറ്റർ. അതിനും കൂടുതൽ നീളമുണ്ട് നമ്മുടെ കുടല് നിവർത്തി വെച്ച് കഴിഞ്ഞാല്. ഈ കുടലിലേക്കാണ് ഈ ഫുഡ് ചെല്ലുന്നത്. ഓക്കെ, ഈ കുടലിന് 3 ഭാഗമുണ്ട്. നോക്കിയേ, അത് ഏതൊക്കെയാന്ന്? ഇതാ കുടലിന്റെ ചെറുകുടലാട്ടോ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഫസ്റ്റ് ഭാഗമാണ് ഡിയോഡേനം. ഇവിടെയാണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ തുടങ്ങുക. രണ്ടാമത്തെ ഭാഗമാണ് ജജൂനം, ഈ ഭാഗം. പിന്നെയുള്ള ഭാഗമാണ് ഇലിയം എന്ന് പറഞ്ഞിട്ട്, ഇലിയം ഞാൻ ചുരുട്ടി വെച്ചേക്കുന്നത്. ഓക്കെ, ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഫുഡ് എത്തിക്കഴിയുമ്പം അത് നമ്മളിങ്ങനെ കുഴമ്പ് രൂപത്തിലായി കഴിഞ്ഞാൽ അതിനൊരു പേര് വിളിക്കും. കൈമെന്നാണ് വിളിക്കുന്നത്. കൈം, CHYME, കൈം. ആ സമയത്ത് ലിവറിൽ നിന്നുള്ള ബൈൽ ജ്യൂസും പാൻക്രിയാറ്റിക് ജ്യൂസും ഒക്കെ തന്നെ വീണ്ടും അതിനെ അരച്ചരച്ച് ഭയങ്കര അതിലെല്ലാം ആവശ്യമുള്ളതൊക്കെ, ചില വാട്ടറൊക്കെ വലിച്ചെടുത്ത് വല്ലാത്തൊരു ഫോമിലാക്കും. അത് നേരെ പോകും നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക്. ഞാനിവിടെ ഒരു പിങ്ക് വെച്ച് കളർ ചെയ്തിട്ടുണ്ട്. അതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈനും ഈ പറഞ്ഞ പോലെ ലെങ്ത് 1.5 മീറ്റർ മാത്രമേ ഉള്ളൂ. അതിന്റെ സ്റ്റാർട്ടിങ് സീഷ്യം എന്ന് പറയും നമ്മള്, ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ ഫസ്റ്റ് പാർട്ട്. പിന്നെ ഉള്ളതാണ് കോളോൺ. പല കോളോൺ ഉണ്ട്. ഈ സൈഡിലുള്ളതിന് അസെൻഡിങ് കോളോൺ, ഇത് ട്രാൻസ്വേഴ്സ് കോളോൺ, ഇത് ഡിസെൻഡിങ് കോളോൺ. ഓക്കെ, അവസാനത്തെ റെക്ടം ആണ്. റെക്ടം എന്ന് പറഞ്ഞാൽ അത് ഏനസിന്റെ ഉള്ളിൽ, ഏനസ് എന്ന് പറഞ്ഞാൽ അറിയില്ലോ, നമ്മുടെ ബാക്ക് ഹോളാണ്. അവിടെ അതിന്റെ ഉള്ളിൽ കാണപ്പെടുന്നതാണ് നമ്മുടെ റെക്ടം എന്ന് പറയുന്നത്. അപ്പോ ഈ ഫുഡ് നേരെ പോകുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്കാണ്. അവർ നമ്മുടെ എല്ലാ ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്തിട്ട് ബാക്കി വേസ്റ്റിനെയാണ് നമ്മൾ പീസസ് ഫോമില് പുറത്തോട്ട് കളയുന്നത്. അപ്പൊ ഫുഡ് പോകുന്ന വഴി മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ഇവരുടെ സൈസ് വെച്ചിട്ടാണ് ഇവരെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അസുഖങ്ങൾ വരാം. ഫസ്റ്റത്തെയാണ് ഡയേറിയ. ഒരു മിനിറ്റ്. വൊമിറ്റിംഗ് ആണ് ആദ്യത്തെ. വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ നമുക്ക് വൊമിറ്റ് ചെയ്യാൻ വരാം അല്ലെ. നമ്മൾ വലിയ ഹെയർ പിന്നൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങുമ്പോഴൊക്കെ വൊമിറ്റ് ചെയ്യാൻ വരാം. ഫുഡ് നല്ല വയറിന് പിടിക്കാത്ത ഫുഡാണെങ്കിൽ വൊമിറ്റ് ചെയ്യാം. നമുക്ക് ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും, ഹെൽത്ത് വൈസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ വൊമിറ്റിംഗ് ടെൻഡൻസി കാണിക്കും അല്ലെ. അത് ശരിക്കും വൊമിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സിംറ്റം ആയിട്ടാണ് പറയുന്നത്. പനിയും വൊമിറ്റിംഗ് ഒക്കെ ഒരു സിംറ്റം ആയിട്ടാണ് പറയുന്നല്ലോ. ഇതൊരു അസുഖമായിട്ട് നമ്മൾ എവിടെയും പറയുന്നില്ല. മെയിൻ ആയിട്ടും കോമൺ കോസ് ഓഫ് വൊമിറ്റിംഗ് എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് എന്ന് പറയുന്നതാണ് കോമൺ ആയിട്ടുള്ളത്. അത് നമ്മുടെ വൈറസോ ബാക്ടീരിയയുടെ ഒക്കെ പ്രസൻസ് ആണ്. അപ്പൊ നമ്മൾ വല്ലാണ്ട് വൊമിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് വെള്ളം കുടിക്കണം. കാരണം അത്രയും വെള്ളം നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേറ്റ് ആകും. അപ്പം ഡോക്ടറൊക്കെ ആണെങ്കിൽ ORS കലക്കി കുടിക്കാൻ പറയും, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. കാരണം വൊമിറ്റ് ചെയ്യുമ്പോൾ അത്രയും വെള്ളമാണല്ലോ പുറത്തു പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് വീട്ടിൽ തന്നെ ORS ഉണ്ടാക്കുമല്ലോ, നാരങ്ങ വെള്ളം പിഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട്, അതും ORS തന്നെ. ക്ഷീണമൊക്കെ മാറാനും ഛർദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കണം. പിന്നെ ഡയേറിയ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെ.
നമുക്ക് മെയിൻ ആയിട്ട് പരത്തുന്ന വൈറസ് ആണ് റോട്ടാ വൈറസും എസ്ട്രേഷ്യ കോളൈ. എസ്ട്രേഷ്യ കോളൈ, റോട്ടാ വൈറസ്, എസ്ട്രേഷ്യ കോളൈ. അപ്പം ഈ ഡയേറിയ എന്ന് പറയുമ്പോ എന്താ പറയാ, നമ്മുടെ ലൂസ് മോഷൻ ഇല്ലേ, അത് തന്നെ, അതാണ് ഡയേറിയ എന്ന് പറയുന്നത്. മെഡിക്കലി അതിനെ ഡയേറിയ എന്ന്, ലൂസ് മോഷന്റെ കുറച്ചും കൂടി ഹൈ ലെവലാണ് ഡയേറിയ എന്ന് പറയുന്നത്. ലൂസ് മോഷൻ നമുക്ക് പല രീതിയിൽ വരാലോ, ഫുഡ് പോയിസണിങ് എന്നൊക്കെ വരാം, അല്ലെങ്കിൽ ചില ഫുഡ് കഴിച്ചാൽ പറ്റാത്തോണ്ടും വരാം. ലൂസ് മോഷൻ കോമൺ ആണ്, പക്ഷെ ഡയേറിയ ഭയങ്കര വാട്ടറി ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അത്രത്തോളം വെള്ളം നമ്മുടെ ബോഡിയിൽ നിന്ന് പോവാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഡയേറിയ പകരും പല രീതി. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ യൂസ് ചെയ്ത ടോയ്ലറ്റ് ഒക്കെ വല്ലപ്പോഴും ക്ലീൻ ആക്കി കൊണ്ടു നടക്കണം. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾ ഒക്കെ കഴിക്കണം, കാരണം വെള്ളം അത്രത്തോളം ബോഡിയിലെത്താൻ. അതൊക്കെയാണ് ഡയേറിയ. ഇനി അടുത്ത അസുഖമാണ് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഇല്ലേ, അതാണ് കോൺസ്റ്റിപ്പേഷൻ. നമുക്ക് വെള്ളം നമ്മൾ ഒട്ടും കുടിക്കാത്ത അവസ്ഥയിൽ നമുക്ക് വയറ്റിൽ നിന്ന് പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഭയങ്കര ഡ്രൈ ആയിട്ട് ഹാർഡ് ആയിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ഫീസസ് പോകുന്നത്. അതാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ഡൈജഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ സ്റ്റൊമക്ക്, നമുക്ക് ഇടയ്ക്ക് തോന്നാറില്ലേ ചില ഫുഡൊക്കെ കഴിക്കുമ്പോഴോ അല്ലെങ്കിലൊക്കെ നമുക്ക് വയറിനൊരു സുഖമില്ലാന്നൊക്കെ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ലേ, അതാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. വയറുവേദനയോ അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്തൊരു അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ചില ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു വയറിനൊരു ബുദ്ധിമുട്ട്, ബേണിംഗ് സെൻസേഷൻ, ഓവർ ഈറ്റിംഗ്, വയറ് നിറയും. അതായത് വയറുമായി ബന്ധപ്പെട്ട എല്ലാ അസ്വസ്ഥതകളെയും നമുക്ക് ഇൻഡൈജഷനിൽ പെടുത്താം. നമ്മൾ വയറ് നിറയെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് അല്ലേ, അതും ഇൻഡൈജഷന്റെ ഇതാണ്. നമ്മൾ നല്ല എരിവുള്ളത് കഴിച്ച് നമ്മുടെ വയറൊക്കെ പുകയുന്നൊരു ഫീൽ ആയിരിക്കും, അതും ഇൻഡൈജഷൻ ആണ്. അങ്ങനെയുള്ള നമുക്ക് സ്ട്രെസ് ഒക്കെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ടെൻഷൻ അടിച്ച് കഴിയുമ്പോൾ ചിലർക്ക് വയറിനൊക്കെ സുഖമില്ലാതെ ചിലർ ടോയ്ലറ്റിൽ പോകുന്നതാണ്, അതാണ് ഇൻഡൈജഷൻ എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിട്ട് ഫുഡ് ടെൻഷൻ അടിക്കാതിരിക്കുക, ഫുഡുകൾ നന്നായിട്ട് കഴിക്കുക, ഇതൊക്കെ. പിന്നെയുള്ളതാണ് ജോണ്ടിസ്. ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നും മഞ്ഞപ്പിത്തം ഇല്ലേ, സ്കിന്നും ഐസും എല്ലാം തന്നെ എന്താ പറയാ മഞ്ഞ നിറത്തിലാകും. അത് കാരണം നമ്മുടെ ബ്ലഡില് ബൈൽ പിഗ്മെന്റ് ആയിട്ടുള്ള ബിലിറുബിന്റെ എമൗണ്ട് കൂടും. അതൊക്കെയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയാനായിട്ട്, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, തേർഡ് മൊഡ്യൂൾ നമുക്ക് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. തേർഡ് മൊഡ്യൂളിൽ TMA എല്ലാം എടുത്തു കഴിഞ്ഞു. പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്കും എല്ലാം നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ എടുത്തു കഴിഞ്ഞു. ഈ സെക്കൻഡ് മൊഡ്യൂളിൽ ഇനി എടുക്കാനുള്ളത് മസിൽസിന്റെ ആക്ടിവിറ്റി, ക്രെബ് സൈക്കിള്, അങ്ങനെ കുറച്ച് സൈക്കിളുകൾ മാത്രമാണ്. അതൊരു ക്ലാസ്സിൽ തന്നെ, ഒരു ക്ലാസ് വേണ്ട, അതിന് മുന്നേ നമുക്ക് തീർക്കാം. ഇനി അടുത്തതാണ് തേർഡ് മൊഡ്യൂൾ ആണ്. തേർഡ് മൊഡ്യൂള് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കാം, നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. തേർഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാല് നമ്മുടെ റീപ്രൊഡക്ഷനാ വരുന്നത്. തേർഡ് മൊഡ്യൂൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ജെനറ്റിക്സ് ആൻഡ് സൊസൈറ്റി TMA, ബാക്കിയെല്ലാം പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്കാ. പക്ഷെ TMA എന്ന് ചോദിക്കാറൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയല്ല. നിങ്ങളിപ്പം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്കാ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ, വെള്ളം കുടിച്ചിട്ട്.
ഓക്കെ, നമുക്ക് തുടങ്ങാം. എൻ്റെ ടെക്സ്റ്റ് എൻ്റെ ഈ റൂമിലില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ ഒരു ഐഡിയ പറഞ്ഞു തരാം. അതായത് നമ്മുടെ തേർഡ് മൊഡ്യൂളില് റീപ്രൊഡക്ഷൻ ആൻഡ് ഹെറിഡിറ്റി എന്നാണ് നമ്മുടെ മൊഡ്യൂളിന്റെ പേര്. ഇതിൽ നമുക്ക് 1 2 3 4 5 6 6 ചാപ്റ്റേഴ്സ് ആണ് ഈ തേർഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അതിൽ ലാസ്റ്റത്തെ ജെനറ്റിക്സ് ആൻഡ് സൊസൈറ്റി ഒഴികെ ബാക്കി എല്ലാം 5 ചാപ്റ്റർ, 6 ചാപ്റ്ററിൽ 5 ചാപ്റ്ററും ഇമ്പോർട്ടന്റ് ആണ്. ഈ മൊഡ്യൂളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന മൊഡ്യൂളാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ റീപ്രൊഡക്ഷനിൽ നമുക്ക് ഈ മെയിൻ ആയിട്ടും ഈ ഒരു മൊഡ്യൂളിൽ ഈ 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പ്ലാന്റ്സിന്റെ റീപ്രൊഡക്ഷനും അതുപോലെ നമ്മള് ഹ്യൂമൻ ബീങ്സിന്റെ റീപ്രൊഡക്ഷനും. പ്ലാന്റ്സിന്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും ലോവർ പ്ലാന്റ്സ് ആണ് മെയിൻ ആയിട്ടും വരുന്നത്. ഇപ്പം സ്പൈറോഗൈറ, ക്ലാമിഡോമോണസ്, പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും പ്ലാന്റ്സിന്റെ റീപ്രൊഡക്ഷനിൽ വരുന്നത്. അപ്പം ഈ ക്ലാമിഡോമോണസ് ആണെങ്കിലും സ്പൈറോഗൈറ ആണെങ്കിലും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി ഹ്യൂമൻ ബീങ്സിന്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം നമുക്ക് മെയിൻ ആയിട്ടും മെയിൽ ഫീമെയിൽ റീപ്രൊഡക്ഷൻ ആണ് പഠിക്കാനുള്ളത്. അതില് മെയിലിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് നമുക്ക് വരയ്ക്കാനും ലേബിൾ ചെയ്യാനും ഉണ്ട്. അതേപോലെ തന്നെ ഫീമെയിലിന്റെ ഉണ്ട്. ക്വസ്റ്റ്യൻസ് ചിലപ്പം പിക്ചർ തന്നിട്ട് ലേബിൾ ചെയ്യാനായിരിക്കാം ചോദിക്കുന്നത്. അല്ലെങ്കിൽ പിക്ചർ തന്നിട്ട് അവർ കുറച്ച് ഭാഗങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ അത് ലേബിൾ ചെയ്യണം, അതിന്റെ ഫംഗ്ഷനും എഴുതണം. അതും അല്ലെങ്കിൽ നിങ്ങളോട് വരയ്ക്കാൻ ചോദിക്കും. വരയ്ക്കാൻ ചോദിക്കുന്നതാണ് എപ്പോഴും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ. അപ്പോ നിങ്ങൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഇമ്പോർട്ടന്റ് ആണ്. വരയ്ക്കാനും പഠിക്കണം, അത് എഴുതാനും പഠിക്കണം, അതിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കണം. പിന്നെ ജെനറ്റിക്സ് ആണ്. പിന്നെ ഇതില് പോപ്പുലേഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാ, അതേപോലെ നമ്മുടെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ ഉണ്ടല്ലോ, ഗർഭനിരോധന കാര്യങ്ങള്, അത് പിന്നെ നമ്മുടെ സെക്ഷൽ ആയിട്ടുള്ള കുറെ അസുഖങ്ങൾ ഉണ്ടല്ലോ, സ്കിഡ്, എയ്ഡ്സ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. അതേപോലെ തന്നെ പിന്നെ ഇതിന്റെ തേർഡ് ചാപ്റ്റേഴ്സിലേക്കൊക്കെ വരുമ്പോൾ ഫുൾ ജെനറ്റിക്സും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇതിൽ കുറച്ച് ലോ കാര്യങ്ങളും പഠിക്കാനുണ്ട്. ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, ലോ ഓഫ് ഡൊമിനൻസ്, അങ്ങനെ ലോ പഠിക്കാനുണ്ട്. അതുകൂടാതെ നമുക്ക് പുന്നറ്റ് സ്ക്വയർ വരയ്ക്കാൻ പഠിക്കാം. അതായത് 2 ക്രോസ് ഉണ്ട്, മോണോ ഹൈബ്രിഡ്, ഡൈ ഹൈബ്രിഡ് ക്രോസ് ഉണ്ട്. അപ്പം ക്വസ്റ്റ്യനിൽ ഇത് ചോദിക്കാറുണ്ട്, നിങ്ങളോട് ക്രോസ് വരച്ചിട്ട് കണ്ടുപിടിക്കുക. അത് എന്താന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഒരു ഔട്ട്ലൈൻ പറഞ്ഞുതരാം. ഇങ്ങനെ കുറച്ച് സ്ക്വയർ പോലെയുള്ള സംഭവമൊക്കെ വരച്ചിട്ട് റേഷ്യോ ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് ഉണ്ട്. അത് കുറച്ച് ടഫാണ്, പക്ഷെ അത് ഈസിയുമാണ്. ശ്രദ്ധിച്ചിരുന്നാൽ ഭയങ്കര ഈസിയാണ്, നല്ല രസമാണത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈസി ആയിരിക്കില്ല. കാരണം പെട്ടെന്ന് നമ്മളത് പിക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ബോറിംഗ് ആയിട്ട് തോന്നും. പിന്നെ അതായത് ഈ എന്താണ് ജെനറ്റിക്സിലൊക്കെ പറയുന്നത് നമുക്ക് എങ്ങനെയാ, ഇപ്പൊ നമ്മുടെ പേരൻസിനെ പോലെ തന്നെ ഇരിക്കാത്തവരുണ്ടല്ലോ. ചിലപ്പം ഗ്രാൻഡ് പാരൻസിനെ പോലെ ഇരിക്കുന്നവരുണ്ടാവാം. ചിലപ്പം അച്ഛന്റെ മുഖവും അമ്മയുടെ സ്വഭാവം ആയിരിക്കും. അങ്ങനെ പല പല ഇതുണ്ടാവും. അതൊക്കെ എന്തുകൊണ്ട് വന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു മെയിൻ ആയിട്ടും ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഒരുപാട് ക്രോമസോമുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, ജീനുകളെ കുറിച്ച്. പിന്നെ അതിന്റെ ഡിഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ, ഡിസോർഡേഴ്സ് വരാം. അങ്ങനെയുള്ള കാര്യമാണ് മെയിൻ ആയിട്ടും ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് തേർഡ് മൊഡ്യൂളിൽ സ്റ്റാർട്ട് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അതേപോലെ സെക്കൻഡ് മൊഡ്യൂളിന്റെ ബാലൻസും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ നോക്കാം. ഓക്കെ, കാരണം ഇപ്പൊ എടുത്താലും തീരില്ല, ഇനി അധികം സമയമില്ലല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ലീവ് ചെയ്തോ.